നമസ്കാരം സുഹൃത്തുക്കളെ. അമേരിക്കയിൽ ആത്മീയമായ ഉണർവ്, കത്തോലിക്ക സഭയിലേക്കുള്ള യുവാക്കളുടെ തിരിച്ചുവരവ്, ഒരു ക്രിസ്ത്യൻ വിശ്വാസി എന്ന നിലയ്ക്ക് എൻ്റെ ജീവിത കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചു ഒരുപാട് സന്തോഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ തലമുറ, ഈ പറയുന്ന തലമുറ എന്ന് പറയുന്നത് 2000-ന്റെ ആരംഭത്തോടെ ഇന്റർനെറ്റ് വന്നത് വരുന്ന ആ സമയത്തോടു കൂടിയാണ് ഈ പറയുന്ന കത്തോലിക്ക സഭയ്ക്കെതിരെ ഒരുപാട് കള്ളപ്രചരണങ്ങളുമായി ഒരുപാട് പേര് വന്നത്. നിങ്ങൾ അതിൽ വിശ്വസിക്കരുത്, ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല പാർട്ടികളുമായി പല ബ്രാഞ്ചുകളുമായി പൊട്ടിപ്പുറപ്പെട്ട് അതിലേക്ക് പോകാത്ത ഒരുപാട് യുവാക്കളും യുവതികളും ഇപ്പോൾ ക്രൈസ്തവ വിശ്വാസം, ക്രിസ്തീയ വിശ്വാസം, കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ അതായത് ന്യൂയോർക്ക് എന്ന് പറയുന്നത്, ന്യൂയോർക്കിലേക്ക് എന്തിനാണ് യുവാക്കൾ കടന്നു വരുന്നത്, യുവാക്കളും യുവതികളും? അവിടെ എന്ന് പറയുന്നത് നല്ല പണം കിട്ടും, വിനോദം, നല്ല കരിയർ, ഒരുപാട് അവസരങ്ങളുണ്ട് ന്യൂയോർക്കിൽ അഡ്വാൻസ് ചെയ്യാൻ. ഇപ്പൊ ഈ കഥ ഞാൻ പറയുന്നത് ന്യൂയോർക്ക് പള്ളികളിലെ ഞായറാഴ്ചകളിലെയും ഇടദിവസങ്ങളിലെയും ആഷ് വെൻസ്ഡേയിലൊക്കെ അവിടെ വലിയ തിരക്ക്. OCIA എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്. അതായത് 18 വയസ്സ് കഴിഞ്ഞ ക്രിസ്ത്യൻ യുവാക്കൾക്കും യുവതികൾക്കും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നു വരണമെങ്കിൽ 8 മാസം ചേർന്ന് പള്ളിയുമായി ചേർന്ന് പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട കോഴ്സാണ് OCIA. എല്ലാ പള്ളികളിലും ഉണ്ട്. പറയുന്നു വെച്ചാൽ സെന്റ് ജോസഫ് ചർച്ച് ന്യൂയോർക്ക്, അതോടൊപ്പം തന്നെ സെന്റ് വിൻസെന്റ് ഫെറർ ചർച്ച്, അവിടേക്ക് ഒരു വല്ലാതെ പ്രവണത കാണുകയാണ്. OCIA രജിസ്ട്രേഷൻ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരട്ടിയാവുകയാണ്. ഏകദേശം 900-ഓളം ആളുകൾ ഓരോ പള്ളിയിലും ചേരുന്നു. 900 പേര്. സ്ഥലം പോരാതായിരിക്കുന്നു. കൂടുതൽ കുർബാനകൾ ചേർക്കാൻ അച്ഛന്മാർ ആലോചിക്കുന്നു. ഫാനിൽ ഡാനിയൽ റേ പറയുന്നു. ഇത് ബ്രൂക്ലിൻ ഡയസിസിലും ഇത് കാണുകയാണ്. ഒരു പക്ഷേ സെപ്റ്റംബറിൽ ഒരു ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റന്റ് ആയിട്ടുള്ള ചാർലി ക്രേഗ് കൊല്ലപ്പെട്ടതിന് ശേഷം കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അമേരിക്കയിലെങ്കും കത്തോലിക്ക പള്ളിയിൽ യുവാക്കളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നു. ഇത് എന്താണ് സംഭവം? കാരണം നമ്മൾ ചിന്തിക്കേണ്ട സംഭവം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ ഒരു യുവാക്കൾ ഇതിലേക്ക് കടന്നു വരുന്നത്? കാരണം 2000-ന്റെ ആരംഭത്തോടെ കത്തോലിക്ക സഭയ്ക്കെതിരെ ഒരുപാട് കള്ളപ്രചരണവുമായി കടന്നു വന്നിട്ട് പലരും വിശ്വാസം ഉപേക്ഷിച്ചു. ഇന്റർനെറ്റ് സുലഭമായതോടെ അവർ ഈ പ്രചരിച്ചിരുന്ന ഈ പറഞ്ഞ ആരോപണങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അവർ പല വഴിക്കും തിരിച്ചുപോയി. പക്ഷെ അവർക്ക് അവസാനം മനസ്സിലായിരിക്കുകയാണ് അവർക്ക് ഇതുകൊണ്ടൊന്നും ജീവിതത്തിൽ സന്തോഷം കിട്ടില്ല എന്നുള്ളത്. സന്തോഷം എന്ന് പറയും, യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ ആഴമുള്ള എന്തോ വേണം എന്ന് അവർ ഹൃദയം കൊണ്ട് മനസ്സിലാക്കി. അതുകൊണ്ടാണ് യുവാക്കളും യുവതികളും പള്ളിയിലേക്ക് വരുന്നത്. അതായത് സന്തോഷം കണ്ടെത്താൻ ആഴമുള്ള എന്തോ വേണമെന്ന് ചിലർ ആദ്യമായി സഭയെ കണ്ടെത്തുന്നത് വളരെ ഹൃദയസ്പർശമായിട്ടാണ്. അതായത് ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. നാട്ടിലെ അച്ഛന്മാരെ പറ്റും ഈ പറയുന്ന സംഘടനയെ പറ്റിയൊക്കെ എനിക്ക് എതിർപ്പുണ്ട്. പക്ഷെ എൻ്റെ പള്ളിയിലെ വികാരി ജോസച്ചൻ വളരെ ഹൃദയസ്പർശിയാണ്. അതായത് ഒരു യഥാർത്ഥ പുരോഹിത വേലയെ തൻ്റെ കർമ്മമായി കണ്ടുകൊണ്ട് അതിനെ പരിപൂർണ ഹൃദയത്തോടും ശുദ്ധിയോടും കൂടി ആചരിക്കുന്ന ഒരു വികാരിയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു പള്ളിയിൽ പോകാൻ സാധിച്ചാൽ അതാണ് ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു സന്തോഷം അവിടെ പോയി കിട്ടാൻ സാധിക്കും. അതാണ് കത്തോലിക്ക പല പള്ളികളിലും കൊടുക്കുന്നത്. എല്ലാ പള്ളികളിലും കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഡിപ്പെൻസ് അപ്പം പലരും പല സാഹചര്യങ്ങൾ കൊണ്ട് അച്ഛന്മാരായ പക്ഷേ പല പല പ്രേരണകൾ കൊണ്ട് മാറിപ്പോകുമായിരിക്കും. പക്ഷേ വിശ്വാസത്തിന്റെ യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ പ്രാർത്ഥനയിൽ കൂടെ പല അച്ഛന്മാർക്കും സാധിക്കും. നമുക്ക് അതിനൊരു അമേരിക്ക തന്നെ ഒരു പക്ഷെ എക്സാമ്പിളായി മാറുന്നു. കാരണം ഒരു അമേരിക്കനായിട്ടുള്ള പോപ്പ് ഒരു പക്ഷെ ഭാഗ്യമായിരിക്കാം. കാരണം കഴിഞ്ഞ 10 വർഷം കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടതായിരുന്നു. ബെനഡിക്ട് മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും കീഴിലൊക്കെ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സഭയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ 2 മാർപ്പാപ്പമാരും പരാജയപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഒരു പക്ഷേ കത്തോലിക്കനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ വരവ് ഒരു പക്ഷേ അതായിരിക്കും ഒരു പക്ഷെ അടുത്തൊരു ഉണർവ്. ചാർലി ക്രേക്കിന് ശേഷം ഒരു കത്തോലിക്കനായിട്ടുള്ള ഒരു വൈസ് പ്രസിഡന്റിനെ കിട്ടി. അതിന് മുമ്പ് നമ്മുടെ ജോ ബൈഡൻ ഉണ്ടായിരുന്നു. അതിനെപ്പറ്റി എനിക്ക് വലിയ കഥയൊന്നുമില്ല. പുള്ളി ആരായിരുന്നു? പുള്ളി ഉറക്കം വേറെ എല്ലാ സമയങ്ങളിലും. പക്ഷേ ഇപ്പോൾ ക്രിസ്തീയ വിശ്വാസം അമേരിക്കയിലെ പല ക്രാക്കർ ബാരൽ എന്ന് പറയുന്ന ഒരു ഫ്രാഞ്ചൈസി ഉണ്ട്. അതൊരു റെസ്റ്റോറൻറ്റ്. അവിടെ പോയി കഴിഞ്ഞാൽ മുഴുവൻ ക്രിസ്തീയ മൂല്യമുള്ള പല ബുക്കുകളും വിൽക്കാനുണ്ട്. ജപമാല ചൊല്ലിക്കൊണ്ടാണ് പല യുവതികളും യുവാക്കളും ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്നത്. ഈ ക്രാക്കർ ബാരലിലെ അവിടുത്തെ ഈ പറയുന്ന ജപമാലയെ പറ്റിയുള്ള പുസ്തകങ്ങൾ കാണുന്നു, അത് വായിക്കുന്നു. പുതിയ ജനറേഷൻ ഈസ് ഗെറ്റിംഗ് എക്സൈറ്റഡ്. അത് വലിയൊരു സൂചനയാണ്. കാരണം ഇവരെ അടക്കി പിടിച്ചുകൊണ്ട് വർഷങ്ങളോളമായിട്ട് ഈ പറയുന്ന കുട്ടികളെ, 20-25 വയസ്സുള്ള കുട്ടികളെ ഇതിലൊന്നും വേണ്ട, നിങ്ങൾ ഈ പറഞ്ഞ പരിപാടിക്കൊന്നും പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകളാണ് ഇവരെ ഏത്തിസ്റ്റുകൾ,
ഉള്ളൂ. ലെഫ്റ്റ് ലിബറലുകൾ ഇതിനൊന്നും പള്ളി വേണ്ട, ഈ പ്രസ്ഥാനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവരിൽ വിശ്വസിച്ചു പോയ ഒരു തലമുറയെ തിരിച്ചു കൊണ്ടുവരികയാണ് ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു ക്രിസ്തീയ സഭ ഇന്നിവിടെ. അതോടൊപ്പം തന്നെ ഇന്റർനെറ്റിന്റെ വരവോട് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി, കാരണം ഇതൊക്കെ ഒരുപാട് ഫേക്ക് എന്ന് മനസ്സിലായി. കാരണം നമ്മൾ കാണുന്നതാണ് നാട്ടില് അത് എളുപ്പത്തിൽ പണം ഉണ്ടാക്കാവുന്ന ഒരു രീതിയാണ് പാസ്റ്റർമാർ എന്നുള്ളത്. ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നില്ല, നല്ല പാസ്റ്റർമാരുണ്ട്. ഞാൻ എന്താ പറയുന്നത്, പലപ്പോഴും നാട്ടിൽ പോകുമ്പോഴൊക്കെ ഈ ഞാൻ ഏതെങ്കിലും തൃശ്ശൂരോ അല്ലെങ്കിൽ റൗണ്ടിലേക്ക് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പാസ്റ്റർമാർക്ക് 500,000 കൊടുക്കാറുണ്ട്. പാവങ്ങള് അവരെയൊക്കെ അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇതുപോലെ ഈ ഹോളൊക്കെ കൂട്ടിക്കൊണ്ട് ഞാൻ അവരൊന്നും കുറ്റം പറയല്ല, നിങ്ങളത് അതൊക്കെ ഒരു ഇതും ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് ഇവർ ആത്മീയ ഉണർവ് കടന്നു വരികയാണ്. അതിന് ആക്കം വെക്കുന്നത്, അതിന് മുതൽക്കൂട്ടാവുന്ന യുവാക്കളാണ്. ഒരു പക്ഷെ ആത്മീയമായ സന്തോഷം അവർ തേടാൻ അവർ വരികയാണ്. ഈ ഒരു ഉണർവ് ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിന് കാരണക്കാർ, ഉണർവില്ലെങ്കിൽ അതിന് കാരണക്കാർ നമ്മുടെ സഭ തന്നെയാണ്. കാരണം നമ്മുടെ സഭ എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. ഇതുപോലെ ഡിപ്പെൻസ് അച്ഛന്മാർ, ഇതുപോലെ നല്ല ബിഷപ്പ്മാരും നല്ല അച്ഛന്മാരെ കടന്നു വരട്ടെ. കാരണം ജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെ ആകർഷിക്കാൻ പോകുന്ന ഒരു വ്യക്തിത്വമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പൈസ രൂപത എന്ന് പറയുന്ന രൂപത മാത്രമായിരിക്കുകയാണ് നമ്മുടെ സഭകളൊക്കെ. അതുകൊണ്ട് അമേരിക്കയിൽ അങ്ങനെയല്ല, ഒരു ഉണർവുണ്ട്, വലിയൊരു ഉണർവല്ല, പക്ഷെ ഒരു മാറ്റം കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ.